ചുരുക്കം ചില സിനിമകൾ കൊണ്ട് മലയാളത്തിൽ ശ്രദ്ധേയനായ നടനാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവ് സുരേഷ് ഗോപി. പലപ്പോഴും ട്രോളുകളിൽ നിറയാനുള്ള മാധവ് സുരേഷ് അതിനോടെല്ലാം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രതികരണവും നടത്താറുണ്ട്. അംഗം അട്ടഹാസമാണ് മാധവിൻ്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം. സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ, അന്ന രാജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. സുജിത് എസ് നായർ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ വളരെ മികച്ച പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രൊമോഷണൽ അഭിമുഖത്തിന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിനോട് മാധവ് സുരേഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. വിദേശ പഠനകാലത്ത് താൻ ക്ലിനിക്കലി ഡിപ്രഷനിലായിരുന്നുവെന്നാണ് മാധവ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അക്കാലത്ത് തനിക്ക് പണം തന്ന തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അച്ഛൻ തന്നെയായിരുന്നുവെന്നും ബെഡിൽ നിന്നുപോലും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നുവെന്നും പറഞ്ഞ മാധവ് സുരേഷ് അന്ന് നല്ല ജീവിത സാഹചര്യവും 3 നേരം ഭക്ഷണവും എന്ത് സഹായത്തിനുമായി മാതാപിതാക്കളും തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ ഒരുപാട് ട്രാവലിംഗ് നടത്തിയിട്ടില്ല. ലണ്ടനിൽ പഠിച്ചിരുന്ന സമയത്ത് ബാത്ത് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ പോയിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പമാണ് പോയത്. ട്രെയിനിൽ പോയി രാത്രി മുഴുവൻ ആ പ്രദേശം കറങ്ങി നടന്നു കണ്ടു. പിറ്റേ ദിവസം തിരിച്ചു വന്നു. സ്കോട്ട്ലാൻഡിലോട്ടൊന്നും പോയിട്ടില്ല. 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും എവിടെയും ഞാൻ യാത്ര പോകാതിരുന്നതിൻ്റെ കാരണം വെളിപ്പെടുത്തിയാൽ ട്രോൾ വരുത്തി വെക്കുന്നത് പോലെയാകും. മെൻ്റൽ ഹെൽത്ത് എന്നത് റിയൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നല്ല ജീവിത സാഹചര്യമുള്ളയാളും ഡിപ്രഷനിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ക്ലിനിക്കലി വിഷാദരോഗം എന്നിൽ കണ്ടെത്തിയിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല. ഇങ്ങനെയാണ് മാധവ് സുരേഷ് പറയുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞു നിൽക്കുകയും നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരം നമ്മളെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും കളിയാക്കാൻ തോന്നും. പക്ഷെ സത്യം പറയട്ടെ, മാനസികാരോഗ്യം എന്നത് സത്യമാണ്. 4 വർഷം ഞാൻ അവിടെ പഠിച്ചപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അച്ഛൻ തന്നെയാണ്. അല്ലാതെ അച്ഛൻ പണം തരാതെ ഇരുന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ പുറത്തിറങ്ങി പോകാനോ സ്ഥലങ്ങൾ കാണാനോ ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ബെഡിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. റോബോട്ടിക് ലൈഫ് പോലെയാകും ആ സമയത്ത് ജീവിതം. അത് നല്ല ജീവിത സാഹചര്യവും 3 നേരം ഭക്ഷണവും എന്ത് സഹായത്തിനുമായി മാതാപിതാക്കളും എല്ലാം എനിക്കുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നങ്ങളല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ചത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാണ് മാധവ് സുരേഷ് കൂട്ടിച്ചേർത്തത്. മാധവിൻ്റെ ഈ ഒരു തുറന്നു പറച്ചിലിൽ നിരവധി പേരാണ് മാധവ് സുരേഷിനോട് അനുകൂലിച്ചുകൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തുന്നത്. ഇത് പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണെന്നും പല പ്രേക്ഷകരും കമൻസുകൾ കുറിച്ചിട്ടുണ്ട്. നടൻ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും 4 മക്കളിൽ ഇളയവനാണ് മാധവ് സുരേഷ് ഗോപി.